നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ലയിലെ അതിർത്തി പ്രദേശമായിട്ടുള്ള ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. അണ്ടർപാസിൻ്റെ അടുത്തോട്ട് കായംകുളം ഡയറക്ഷനിലോട്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ തിരിഞ്ഞ് ഇനി കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്, 3 മാസത്തിന് ശേഷമുള്ള ഏറ്റവും പുതിയ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പം അണ്ടർപാസിൻ്റെ അടുത്തിപ്പം ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ ഇച്ചിരി പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വലത്തേ സൈഡിലായിട്ട് കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ ഒരു സർവീസ് റോഡ് ഇത്രയും ഫ്രീ ആയിട്ട് ഇവിടെ പണിഞ്ഞിട്ട് കഴിഞ്ഞേച്ച് ഇതുവഴി എന്താണ് വാഹനങ്ങൾ കടത്തി വിടാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പലപ്പോഴും ഓച്ചിറയിൽ കൂടി അവിടെ അമ്പലത്തിൻ്റെ മുമ്പിലും പള്ളിയുടെ മുമ്പിലും കൂടെ ഒക്കെ വാഹനങ്ങൾ പോകുമ്പം അവിടെ ബ്ലോക്കിൽ പെടുന്നത് കണ്ടിട്ടുണ്ട്. അന്നേരം ഈ ഒരു സർവീസ് റോഡ് ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഇതുവഴി വാഹനങ്ങൾ കടത്തി വിട്ടായിരുന്നെങ്കിൽ ഓച്ചിറയിലെ അത്യാവശ്യം ബ്ലോക്ക് ഒഴിവായി കിട്ടുമെന്നാണ് കരുതുന്നത്. നമ്മൾ ഓച്ചിറയിൽ നിന്ന് നേരെ തിരിഞ്ഞ് കരുനാഗപ്പള്ളി ഡയറക്ഷനിലോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലത്തായിട്ട് കുറച്ച് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള പണി കഴിഞ്ഞിട്ട് ടാറിങ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മീഡിയൻ വരുന്ന ഭാഗത്തൊക്കെ പിന്നെയും പണിയുണ്ട്. ഇടത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡ്രെയിനേജ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ അവിടെ കുഴി എടുത്തിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നിടത്ത് അവർ കുറച്ച് നാളിന് മുമ്പേ അവിടെ മണ്ണ് നീക്കം ചെയ്തിട്ട് ഇപ്പോൾ അവിടെ ഡ്രഡ്ജ് ചെയ്തടിച്ചിട്ടുള്ള മണ്ണാണ് ഈ ഒരു ഏരിയയിൽ ഇടത്തേ സൈഡിലായിട്ട് അവർ നികത്തി എടുത്തിരിക്കുന്നത്. കുറച്ചവിടെ പണി നേരത്തെ കഴിഞ്ഞതാണ്. പിന്നെ കുഴി എടുത്തു. കുറച്ച് നാളിന് മുമ്പ് എനിക്ക് തോന്നിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഒരു പയ്യൻ ആണെന്ന് തോന്നുന്നത് കുഴിയിൽ വീണ് മരണപ്പെടുകയുണ്ടായി. ഇപ്പോൾ രാത്രിയിലെങ്ങാണ്ട് വന്നതാണ്. അപ്പം രാത്രികാലങ്ങളിലൊക്കെ ഇതേപോലുള്ള സ്ഥലത്തൊക്കെ വരുമ്പം ശ്രദ്ധിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നേരെ ഇനി മുമ്പോട്ട് ഓച്ചിറ സിഗ്നലിൽ നിന്നിരുന്ന സ്ഥലത്തേക്കാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കുറച്ച് ദൂരം വരെ പിന്നെ നമ്മളെ കൊല്ലം ജില്ലയിലെ ആദ്യത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ ടോൾ പ്ലാസ വരുന്ന സ്ഥലത്തേക്കാണ് വരുന്നത്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ആലപ്പുഴ ജില്ല കഴിഞ്ഞേച്ച് കൊല്ലം ജില്ലയിലോട്ട് കയറുമ്പോൾ ഓച്ചിറ ഭാഗത്തായിട്ട് കൊല്ലം ജില്ലയിൽ കയറുമ്പോൾ ഉള്ള ആദ്യത്തെ ടോൾ പ്ലാസ വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം ഇടത്തേ സൈഡിലായിട്ട് കോൺക്രീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അവിടോട്ട് ഡൈവർഷൻ കൊടുക്കും. അത് കഴിഞ്ഞ് വലത്തേ സൈഡിൽ കോൺക്രീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഇടത്തേ സൈഡിലോട്ട് ഡൈവർഷൻ മാറ്റി കൊടുക്കും. അങ്ങനെ ചെയ്ത് ഈ ഒരു പരുവത്തിലായിട്ട് ഈ ഒരു സ്ഥലം കിടക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ദാണ്ട് ഇടത്തേ സൈഡിൽ ഒരു ബിൽഡിങ് പണിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും ആദ്യത്തെ ഈ ഒരു നമ്മൾ കൊല്ലം ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ ഉള്ള ടോൾ പ്ലാസ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും. കണ്ടോ, ഇത്രത്തോളം പണി കഴിഞ്ഞിട്ടുണ്ട്. മേളിൽ ഇങ്ങനെ ആ ബിൽഡിങ്ങിനകത്തുനിന്ന് ഇറങ്ങി അതിൻ്റെ മേളിൽ കൂടെ നടന്നു വരുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള സെറ്റപ്പിൽ സ്റ്റീലിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഇങ്ങനെ നടത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പരബ്രഹ്മ പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് കല്ലൂർമുക്ക് ഭാഗത്തോട്ട് വരികയാണ്. നമ്മൾ കല്ലൂർമുക്ക് ഭാഗത്തായിട്ട് താണ്ട് ഇവിടെ എത്തുമ്പം റോഡിൻ്റെ 2 സൈഡിലായിട്ട് വേ ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള പണികൾ കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ടോൾ പ്ലാസയുടെ ഇടയിലായിട്ടാണ് വേ ബ്രിഡ്ജ് സെറ്റപ്പ് വെച്ചിരിക്കുന്നത്. അപ്പം ലോഡ് കൂടുതലായിട്ട് വരുന്ന വലിയ വാഹനങ്ങൾ തൂക്കി ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ആ ചെയ്തു വച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പരബ്രഹ്മ ഹോസ്പിറ്റൽ എത്തുന്നതിന് മുമ്പ് കണ്ട് ഇവിടെ, അതായത് ഇത് കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് വരുമ്പോഴുള്ള വാഹനങ്ങൾക്കുള്ള ടോൾ പ്ലാസ് വാഹനങ്ങൾ കടന്നു പോകുമ്പോഴുള്ള ടോൾ പ്ലാസിന് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് വരെ ഈ കോൺക്രീറ്റ് ചെയ്യുന്ന കലാപരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും കുറച്ചും കൂടെ കോൺക്രീറ്റൊക്കെ ചെയ്ത് തീരാനുണ്ട്. അതുകൊണ്ട് ഈ ഒരു വലത്തേ സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇങ്ങനെ വെട്ടിക്കണ്ടിച്ചിട്ടിരിക്കുന്ന പോലെയൊക്കെ കാണാം. ആ ഒരു ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാനൊക്കെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇടത്തേ സൈഡിൽ കാണുന്ന വലിയ ബിൽഡിങ്ങാണ് പരബ്രഹ്മ ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടവർ ടോൾ പ്ലാസയുടെ ആ ഒരു ബിൽഡിംഗ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇടത്തോട്ട് കയറിപ്പോകണം. അല്ലെങ്കിൽ നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാടാണ്. പിന്നെ പള്ളിമുക്ക് ഭാഗത്തായിട്ട് എത്തിയിട്ട് പിന്നെ യൂട്ടേൺ അടുത്തേക്ക് വരേണ്ടി വരും. മുമ്പോട്ട് പോവുകയാണ്. പറയത്തക്ക രീതി പിന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടുന്ന് പിന്നെ കുറച്ച് ദൂരം വരെ ഇങ്ങനെ കിടക്കുകയാണ്. വലതുഭാഗത്തായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രാഷ് ബാരിയറിനകത്ത് വെള്ളയും കറുപ്പും പെയിൻറ്റ് മാറി മാറി അടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളും സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. സത്യത്തിൽ ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ഒരു വീഡിയോ ആറുവരിപ്പാതയുടെ വികസന പ്രവർത്തനങ്ങൾ കാണുന്ന രീതിയിൽ കാണരുത്. ജസ്റ്റ് ഒരു വ്ളോഗ് പോലെ കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ.
കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ട് നമുക്ക് പറയത്തക്ക രീതിയിലുള്ള പണികളൊന്നും നടന്നിട്ടില്ല. ആകെ പണി നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർപാസുകൾ വരുന്ന ഭാഗത്തായിട്ട് കുറച്ച് പണികൾ നടന്നിട്ടുണ്ട്. അതായത് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണൊക്കെ ഇട്ട് നികത്ത് എടുക്കുന്ന പണികളാണ് നടന്നിട്ടുള്ളത്. പിന്നെ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെയും കുറച്ച് പണി നടന്നിട്ടുണ്ട്. ഈ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെയും പിന്നെ ഈ അണ്ടർപാസിൻ്റെയൊക്കെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടൊക്കെയുള്ള പണി മാത്രമായിട്ട് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുമായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ കമൻറ്റിലൂടെ വന്നേച്ച് ചോദിക്കും എന്താണ് പൂർണ്ണമായിട്ടും ചെയ്യാത്തത്. അപ്പോൾ ആ ഒരു കമൻറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൂർണ്ണമായിട്ടും ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഇപ്പം നമുക്കിവിടെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ 2 സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കോൺക്രീറ്റിൻ്റെ തിട്ട ഡ്രൈനേജിൻ്റെയും പിന്നെ ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ ഇടയ്ക്കായിട്ട് അവർ ചെയ്തിരിക്കുന്ന ചെറിയൊരു തിട്ട പോലത്തെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപാടി ഇവിടെ ഇച്ചിരി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പം ഈ ഒരു വീഡിയോയും കൂടെ കഴിഞ്ഞാൽ നമ്മൾ കൊല്ലം ജില്ലയിൽ KMM വരുന്ന ഭാഗം ഒഴിച്ചേച്ച് ബാക്കി എല്ലാ സ്ഥലവും നമ്മളിപ്പം ഡ്രോൺ വീഡിയോയിലൂടെ നിങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് KMM വരുന്ന റെഡ് സോണാണ്. നമുക്ക് അവിടെ ഡ്രോൺ പറത്തി കളിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഇഷ്യൂ ആയി കഴിഞ്ഞാൽ പിന്നെ പണിയാവും. അപ്പോൾ അത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ കൂടെയുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ KMM വരുന്ന ഭാഗത്ത് മാത്രം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെയും കൂടെ ഉൾപ്പെടുത്തി എടുക്കുന്നതായിരിക്കും. അതൊരിക്കലും വിട്ടുപോകത്തില്ല. അങ്ങനെ നമ്മൾ നേരെ വലിയകുളങ്ങര കഴിഞ്ഞ് നേരെ ചങ്ങംകുളങ്ങര വരുന്ന അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പറയത്തക്ക രീതിയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. കുറേ നാളിന് മുമ്പേ ഇടതുവശത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നിപ്പം ഇടയ്ക്ക് ഇച്ചിരി ഒരു വഴി കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. പിന്നെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കാണുമ്പോൾ അറിയാം എത്രത്തോളം നാൾ കഴിഞ്ഞിട്ടുണ്ടെന്ന്. കാരണം അതിൻ്റെ മുകളിൽ ഇപ്പം ചെടിയൊക്കെ കിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ എത്രത്തോളം ഗ്യാപ്പിൽ കൂടിയാണ് നേരെ കൊല്ലം ഡയറക്ഷനിലോട്ട് പോകുന്നത്. വലത്തേ സൈഡിൽ നമുക്കിപ്പം സർവീസ് റോഡ് വഴിയാണ് ആലപ്പുഴ ഡയറക്ഷനിലോട്ട് പോകുന്നത്. ഈ അണ്ടർപാസിൻ്റെ അടിയിൽ കൂടി സർവീസ് റോഡിലോട്ട് പോകുമ്പോഴും സർവീസ് റോഡിൽ നിന്ന് നേരെ അണ്ടർപാസിലോട്ട് കയറുമ്പോഴും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല സർവീസ് റോഡിൽ നിന്ന് നേരെ 6 വരി പാതയിലോട്ട് കയറുമ്പോഴും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. നമ്മൾ എവിടുന്ന് എങ്ങോട്ടാണോ കയറുന്നത് ആ കയറുന്ന റോഡിലെ ആൾക്കാർക്കായിരിക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് കയറി പോകുന്ന പോലെ സർവീസ് റോഡിൽ നിന്ന് നേരെ മെയിൻ റോഡിലോട്ട് ഒരിക്കലും കയറി പോകരുത്. അതുപോലെ തന്നെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് നേരെ എക്സിറ്റ് എടുത്ത് സർവീസ് റോഡിലോട്ട് കയറുമ്പോഴും സർവീസ് റോഡിൽ നിന്നും വാഹനങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം മാത്രമേ ഇടത്തോട്ട് കയറി പോകാവുള്ളൂ. നമ്മൾ ചങ്ങംകുളങ്ങര അണ്ടർപാസ് കഴിഞ്ഞിട്ട് താണ്ട് ഈ സ്ഥലത്തായിട്ട് എത്തുമ്പം ഒരു ശ്രദ്ധ വേണം. വരുമ്പം ഇവിടെ ഒരു അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. കാരണം കുറേ നാളിന് മുമ്പേ ഞാനിവിടെ ബൈക്കിനകത്ത് ഇടിച്ച് തെറിക്കേണ്ടതായിരുന്നു. കാരണം ആ ഒരു വളവിൻ്റെ അടുത്ത് വെച്ച് ഒരു KSRTC ബസ് ഓവർടേക്ക് ചെയ്ത് എൻ്റെ നേരെ കയറി വന്നു. അവസാനം ഞാൻ വെട്ടിത്തിരിച്ച് ജീവനം കൊണ്ട് ഓടിയോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആ ഒരു കാരണം കൊണ്ടാണ് പറഞ്ഞത് അവിടെ ഒരു അപകട സാധ്യതയുള്ളൊരു സ്ഥലമാണ്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നേരെ വവ്വാക്കാവ് വരുന്ന സ്ഥലത്തായിട്ട് പോവുകയാണ്. വവ്വാക്കാവിൽ അണ്ടർപാസിൻ്റെ പണി കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിന് മുമ്പേ 6 വരി പാതയുടെയൊക്കെ കുറച്ച് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 2 സൈഡിലും ക്രാഷ് ബാരിയർ വരുന്ന പണിയും കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു ക്രാഷ് ബാരിയറൊക്കെ കുത്തി ഇളക്കി കളയേണ്ട പണിയാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് അവർ ക്രാഷ് ബാരിയർ കുത്തി ഇളക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ചുവട്ടിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല വലത്തെ സൈഡിലും അതേപോലെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ആക്റ്റീവായിട്ടല്ല നടക്കുന്നത്. കുറച്ച് ഇങ്ങനെ ഇളക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ വവ്വാക്കാവ് അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ വവ്വാക്കാവ് അണ്ടർപാസ് ഇപ്പം ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ട്. പാവുമ്പായിൽ നിന്ന് നേരെ വന്നേച്ച് നേരെ വവ്വാക്കാവിൽ കൂടി നേരെ വള്ളിക്കാവിലോട്ട് പോകേണ്ടവർക്ക് ഇപ്പം എളുപ്പം പോകാം. പക്ഷേ വള്ളിക്കാവിൽ നിന്ന് നേരെ പാവുമ്പായിലോട്ട് പോകേണ്ടവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ അണ്ടർപാസിൻ്റെ അടുത്ത് നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ ഇടത്തെ സൈഡിലുള്ള സർവീസ് റോഡിൽ വന്നിട്ട് പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കുറച്ച് വടക്കോട്ട് വന്നിട്ട് വേണം കിഴക്കോട്ട് പാവുമ്പായിലോട്ട് പോകാൻ. അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വവ്വാക്കാവിൽ വന്നിട്ട് വള്ളിക്കാവിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വവ്വാക്കാവിൽ അണ്ടർപാസിൻ്റെ അടുത്ത് എത്തിയിട്ട് ലെഫ്റ്റ് എടുത്ത് നേരെ ചങ്ങംകുളങ്ങരയിൽ പോയി അണ്ടർപാസിൻ്റെ അടിയിൽ കൂടി തിരിഞ്ഞു വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ വവ്വാക്കാവ് അണ്ടർപാസ് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് വരികയാണ്. ഇവിടെ അണ്ടർപാസ് കഴിഞ്ഞ് വെച്ച് ഇടത്തെ സൈഡിൽ കുറച്ച് മാത്രമായിട്ടുള്ള അറിവാൾ ബ്ലോക്കാണ് വെച്ച് തുടങ്ങിയിട്ടുള്ളത്. വലത്തെ സൈഡിൽ കുറച്ചും കൂടെ നീളത്തിലായിട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ആക്റ്റീവായിട്ട് നടക്കുന്നില്ല. മാത്രമല്ല ഇവിടെ ഇപ്പം ഒരു സൈഡിൽ നിന്ന് തന്നെ ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിൽ നിന്ന് കുറച്ചും കൂടെ ഈ ക്രാഷ് ബാരിയർ ഇളക്കി മാറ്റേണ്ട പണികൾ ബാക്കിയുണ്ട്. ഇവിടെ കുറേയൊക്കെ മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. നേരത്തെ തുടങ്ങിയിട്ടില്ല. കാരണം
ആ ഒരു ആറിവാൾ ബ്ലോക്ക് ഒരു റിബൺ ഉപയോഗിച്ച് വലിച്ച് നീട്ടി ഉറപ്പിച്ചിട്ട് വേണം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണി തുടങ്ങാൻ. അപ്പോൾ ആ പരിപാടി തുടങ്ങാത്തതുകൊണ്ട് തന്നെ മണ്ണടിച്ച് അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. നമ്മൾ വവ്വാക്കാവ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മുമ്പോട്ട് നേരെ ആനന്ദ ജംഗ്ഷൻ വരുന്ന ഭാഗത്തായിട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ജംഗ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പുത്തൻതെരുവ് വരുന്ന ഭാഗത്തോട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് പുതിയകാവ്. അപ്പോൾ ഈ ആനന്ദ ജംഗ്ഷൻ തൊട്ട് വവ്വാക്കാവ് കഴിഞ്ഞ് പിന്നെ ഈ ചങ്ങംകുളങ്ങര വരെയുള്ള സ്ഥലത്ത് പല സ്ഥലത്തും കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്നത് പതിവാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിതുവഴിയൊക്കെ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഭയങ്കര വാടയാണ് അനുഭവപ്പെടുന്നത്. മാത്രമല്ല ചങ്ങംകുളങ്ങരയിൽ കുറച്ചും കൂടെ അടിച്ച് കൊണ്ടുവന്ന് ഇടുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ആനന്ദ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നേരെ പുത്തൻതെരുവ് വരുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ഇടത്തേ സൈഡിലാണ് ഇവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികൾ പുരോഗമിക്കാനുണ്ട്. വലതുഭാഗത്ത് കുറച്ച് ടാറിംഗ് വർക്കുകൾ സർവീസ് റോഡ് അവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റാണ് കേട്ടോ. അവിടെ ഇച്ചിരി ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പുത്തൻതെരുവ് കഴിഞ്ഞ് പുതിയകാവ് വരെയുള്ള ഭാഗത്ത് ഈ കാണുന്ന പോലുള്ള കാഴ്ചകളാണ്. കുറേ നാളിന് മുമ്പേ പണി കഴിഞ്ഞതാണ്. പിന്നെ പണി വലുതായിട്ട് പുരോഗമിച്ചിട്ടില്ല. പുരോഗമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തേ സൈഡിലൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെയൊക്കെ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ക്രാഷ് ബാരിയറുടെയൊക്കെ ഗ്യാപ്പ് വരുന്ന ഭാഗത്തേക്ക് പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുത്തൻതെരുവ് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ എത്തും. പുത്തൻതെരുവിൽ നിന്ന് പടിഞ്ഞാട്ടുള്ള റോഡ് ഇപ്പം ആറുവരിപ്പാതയിൽ നിന്ന് നേരെ ഡയറക്റ്റ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ഇപ്പം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയകാവിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സർവീസ് റോഡിൽ നിന്ന് വേണം വലത്തോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. അവരവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. വിശ്വസമുദ്രം ഇപ്പോൾ അവിടെ റോഡ് ക്ലോസ് ചെയ്തത് മാത്രമല്ല, അവിടെ വരുന്ന ഭാഗത്ത് പുത്തൻതെരുവ് ജംഗ്ഷൻ വരുന്ന ഭാഗത്ത് വലത്തേ സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകളും കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വലതു ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്ന വശമൊക്കെ ഒരു ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും. ഇവിടെ നമ്മൾ രാത്രി കാലങ്ങളിൽ വരുമ്പോൾ എന്താണ്ട് ഇടത്തേ സൈഡിലുള്ള 3 വരി കൂടെ വരുമ്പോൾ ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക കേട്ടോ. ഇവിടെ ഒരു റോഡിൻ്റെ ആ ഒരു നടുക്ക് ഭാഗത്തായിട്ടല്ല, കുറച്ചിങ്ങോട്ട് മാറി തന്നെ ഒരു കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ബോധമില്ലാതെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊണ്ട് കയറ്റി കൊടുക്കാൻ അത് മതി. അപ്പോൾ നമ്മൾ നേരെ പുത്തൻതെരുവ് എത്തിയിട്ടുണ്ട്. പുത്തൻതെരുവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലത്തേ സൈഡിൽ അവരിപ്പം കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. അപ്പം വാഹനങ്ങളൊക്കെ ഇപ്പം സർവീസ് റോഡിൽ കൂടി വന്നിട്ടാണ് നേരെ പുത്തൻതെരുവിൽ നിന്നും പടിഞ്ഞാട്ട് പോകേണ്ട വാഹനങ്ങളൊക്കെ പോകുന്നത്. പുത്തൻതെരുവ് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ പുതിയകാവിലോട്ടാണ് വരുന്നത്. വലിയൊരു അണ്ടർപാസിൻ്റെ പണി കഴിഞ്ഞേച്ച് പിന്നെ അവിടെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്ത് ഈ ഒരു സൈഡിലായിട്ട് മീഡിയൻ വരുന്ന ഭാഗത്തെ പണി നടക്കാനുണ്ട്. പിന്നെ നമുക്ക് വലത്ത് ഭാഗത്തായിട്ടുള്ള ക്രാഷ് ബാരിയറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും ഗ്യാപ്പ് കിടക്കുന്നത് കാണാൻ പറ്റും. ആ ഗ്യാപ്പൊക്കെ മാറ്റിയിട്ട് അവിടെ ക്രാഷ് ബാരിയർ പൂർത്തിയാക്കാനൊക്കെ ആയിട്ട് ബാക്കിയുണ്ട്. വലതു ഭാഗത്തായിട്ടുള്ള പുത്തൻതെരുവ് പള്ളിയുടെയൊക്കെ മതിലൊക്കെ പണിഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നേരെ നമ്മൾ പുതിയകാവ് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വരുന്ന ഭാഗത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി സ്പീഡിലല്ല എങ്കിലും കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നികത്തി കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ലോഡ് കണക്കിന് മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട്. ഡ്രഡ്ജ് ചെയ്ത് അടിച്ചിട്ടുള്ള മണ്ണാണ് ഈ ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്നത്. വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ കൊല്ലം ജില്ലയിൽ ഒരു അണ്ടർപാസിൻ്റെ മുകളിൽ കൂടിയും ഇതുവരെയായിട്ടും വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടില്ല. പക്ഷേ ആലപ്പുഴ ജില്ലയിൽ വഴിയമ്പലം ഭാഗത്തായിട്ട് ഭാഗികമായിട്ട് അവർ ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ടാറിംഗ് വർക്കുകളും കഴിഞ്ഞ് അവിടെ തുറന്നു കൊടുത്തിട്ടുണ്ട്. പലയിടത്തും ഇങ്ങനെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് കുറേശ്ശെ കൊണ്ടുവന്ന് മണ്ണ് ഇതേപോലെ കൊണ്ടുവന്ന് അടിച്ച് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണെല്ലാം കൂടെ ഏതെങ്കിലും ഒരു അണ്ടർപാസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് അടിച്ച് നികത്തിയെടുത്ത് പണി കഴിഞ്ഞ് ഏതെങ്കിലും ഒരു അണ്ടർപാസ് ഓപ്പണാക്കി കൊടുത്താൽ എന്താണെന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസമുദ്ര ഈ ആറിവാൾ ബ്ലോക്ക് വെച്ചിരിക്കുന്നത് ഭയങ്കര ഫിനിഷിങ്ങിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പേടിയൊന്നും തോന്നത്തില്ല. നമുക്കിപ്പം ശിവാലയൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ശകലമൊക്കെ ഇങ്ങനെ ചരിഞ്ഞും പിരിഞ്ഞും ഒക്കെ ഇരിക്കുന്നത് നമുക്ക് തോന്നുമെങ്കിലും വിശ്വസമുദ്ര വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല കറക്റ്റ് ഇങ്ങനെ 90 ഡിഗ്രിയിൽ തന്നെ മേളോട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമുക്ക് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ. നേരെയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ പുതിയകാവ് അണ്ടർപാസ് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. അണ്ടർപാസിൻ്റെ അടുത്ത് നിന്ന് ഇടത്തോട്ടുള്ള റോഡ് നേരെ ചക്കോടലി മലനടക്കി പോകുന്ന റോഡും പിന്നെ വലത്തോട്ടുള്ള റോഡ് നേരെ കാട്ടിൽക്കടവ് ഭാഗത്തോട്ടുള്ള റോഡാണ്. കാട്ടിൽക്കടവ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. അതും കൂടെ ഇതിനിടയ്ക്ക് കൂടെ നടന്നായിരുന്നെങ്കിൽ നമുക്ക് തീരദേശ റോഡിലോട്ടൊക്കെ എളുപ്പം കയറി പോകാമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പുതിയകാവ് കഴിഞ്ഞ് നേരെ പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞ് നേരെ താജ്മഹൽ പള്ളി വരുന്ന ഭാഗത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരെയാണ് പിന്നെ അപ്രോച്ച് റോഡിൻ്റെയൊക്കെ
പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് അറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ടുണ്ട്. മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയൊക്കെ കുറച്ച് സ്പീഡില്ലെങ്കിലും കുറച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലുതായിട്ട് സ്പീഡൊന്നുമില്ല. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നേരെ ഇനി പുള്ളിമാൻ ജംഗ്ഷൻ വരുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ 2 സൈഡിലും സർവീസ് റോഡിൽ വഴി ആണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് പിന്നെ ഹൈസ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ കരുനാഗപ്പള്ളി ടൗണൊക്കെ കഴിഞ്ഞ് ലാലാജി ജംഗ്ഷൻ കഴിഞ്ഞ് വരെ, ലാലാജി ജംഗ്ഷൻ കഴിയുന്നിടം വരെ സർവീസ് റോഡിൽ കൂടിയാണ് 2 സൈഡിലും വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ ജംഗ്ഷൻ്റെ അടുത്ത് വെച്ചിട്ടാണ് പിന്നെ കുറച്ചൊന്ന് അകത്തോട്ട് കയറ്റി വിടുന്നത്. ഇവിടെയൊക്കെ നമുക്ക് വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ടാറിംഗ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പഴയ പോലെ തന്നെ കിടക്കുകയാണ്. നമുക്ക് പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് ഇതേപോലെ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് കൂട്ടയടയ്ക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുള്ളിമാൻ ജംഗ്ഷൻ വരുന്ന ഭാഗത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരെയല്ല ഫ്ലൈ ഓവർ, നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷൻ വരെയാണ് ഫ്ലൈ ഓവർ. അപ്പോൾ ഈ വവ്വാക്കാവ് സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങളൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഹൈസ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞേച്ച് പിന്നെ അവർ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടി തിരിഞ്ഞു പോകാനുള്ള സ്ഥലം ഇട്ട് കൊടുക്കുമായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ ഈ ഏരിയയിൽ ഫൂട്ട് ഓവർ ബ്രിഡ്ജ്, നടന്ന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഫൂട്ട് ഓവർ ബ്രിഡ്ജ് ചിലപ്പം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങളൊക്കെ നമ്മൾ ഇടത്തേ സൈഡിൽ കൂടി കുറച്ച് ദൂരം മുമ്പോട്ട് പോയിട്ട് ഹൈസ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നേരെ യൂ ടേൺ എടുത്ത് വലത്തേ സൈഡിലുള്ള സർവീസ് റോഡിൽ കൂടി വന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിലോട്ട് വരേണ്ടി വരും. ഇവിടെ ഒരു അണ്ടർപാസ് അനുവദിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രധാനമായിട്ടും കരുനാഗപ്പള്ളിക്കാർക്കൊരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ സാധാരണപ്പെട്ട ആൾക്കാർ ആദ്യം കൊണ്ടുവരുന്നത് കരുനാഗപ്പള്ളി നമ്മളിപ്പം വലത്തേ സൈഡിൽ കാണുന്ന താലൂക്ക് ഹോസ്പിറ്റലിലോട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അത്രയും ദൂരം കറങ്ങി വരുന്ന ഒരു ബുദ്ധിമുട്ട് ചിലപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലായിട്ട് എത്തിയിട്ടുണ്ട്. പുതിയ ബിൽഡിങ്ങിൻ്റെയൊക്കെ പണി ഇപ്പം നമ്മൾ കണ്ടതുപോലെ പണി ഇത്രത്തോളം കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ ഹൈസ്കൂൾ ജംഗ്ഷൻ വരുന്ന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ഈ ഇടതുഭാഗത്തായിട്ട് മെയിൻ 6 വരി പാതയുടെ ഇടത്തേ സൈഡിലുള്ള ഭാഗത്തായിട്ടുള്ള വരകൾ കാണുന്നതിൻ്റെ മുകളിലാണ് ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പം കുറച്ചൊക്കെ എടുത്ത് നമ്മൾ മുമ്പോട്ട് വരുമ്പം ഫ്ലൈ ഓവർ വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് തൂണുകളുടെ മുകളിലോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലതുവശത്തായിട്ടുള്ള ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം ഹൈസ്കൂൾ ജംഗ്ഷൻ വരെയാണിപ്പം ഈ തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഹൈസ്കൂൾ ജംഗ്ഷനിൽ എത്തുമ്പോൾ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. വലത്തേ സൈഡിലായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം എന്നോടൊരു എഞ്ചിനീയർ പറഞ്ഞത് 41 തൂണുകളാണ് ഒരു സൈഡിലായിട്ട് വരുന്നതെന്നാണ് പറഞ്ഞത്. ഇനിയും പിയർ ക്യാപ്പുകളുടെ നിർമ്മാണം വലത്തേ സൈഡിലായിട്ട് ഒരെണ്ണത്തിനകത്തൂടെ കഴിയാനുണ്ട്. പിന്നെ ഇടതുവശത്തായിട്ട് തന്നെ പൈലിംഗ് കഴിഞ്ഞ് പൈൽ ക്യാപ്പിൻ്റെ പിയറിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതും പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് ഇടത്തേ സൈഡിലോട്ടുള്ള തൂണുകളെല്ലാം പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. ഇനി പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലത്തേ സൈഡിൽ താണ്ട നിലവിലെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇവിടെ വരെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള പണികൾ മുമ്പോട്ട് ഇങ്ങോട്ട് വടക്കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടത്തേ സൈഡിൽ നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്ത് പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈലിങ് കഴിഞ്ഞിട്ട് പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി നേരെ വരുന്നത് പടനായരുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. വലത്തേ സൈഡിൽ മിനി സിവിൽ സ്റ്റേഷനുണ്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ അതിൻ്റെ തെക്കേ സൈഡിലായിട്ട് തന്നെ പോലീസ് സ്റ്റേഷനുണ്ട്. അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് നേരെ വരുന്ന വാഹനങ്ങൾ ഈ മിനി സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് വലത്തേ സൈഡിൽ നമ്മളിപ്പോൾ കാണുന്ന വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലോട്ട് കയറിപ്പോകുന്ന ആ ഒരു ഭാഗത്തായിട്ട് ചില സമയത്ത് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. അതിന് നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് നേരെ പടനായരുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഈ ഇടത്തേ സൈഡിൽ കാണുന്ന സർവീസ് റോഡ് വഴി കുറച്ച് ദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് വലത്തോട്ട് പിന്നെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടി പോകാനുള്ള ഒരു വഴി കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി തിരിഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വന്നേച്ച് പടിഞ്ഞാറോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അന്നേരം അത്രത്തോളം അവിടെ ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാഹചര്യം കുറഞ്ഞു കിട്ടും. നമ്മൾ പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പം പിന്നെ പിയർ കഴിഞ്ഞ് നമ്മൾ കരുനാഗപ്പള്ളി KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോൾ പിയർ ക്യാപ്പിൻ്റെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുന്ന പണികളിലേക്ക്
കാഴ്ചകളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണി ഇപ്പം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. പിയർ ക്യാപ്പുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേ കൂടി ഇപ്പം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അത് കഴിഞ്ഞേച്ച് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ വലത്തേ സൈഡിൽ ഇപ്പം നിലവിലെ ഇപ്പോൾ പണി ഇത്രത്തോളം കോൺക്രീറ്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്ത് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പം അവിടെ ഒരു പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ കൊല്ലം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ 1.3 കിലോമീറ്റർ നീളത്തിലായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കരുനാഗപ്പള്ളി 6 വരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇതാണ് ഏറ്റവും പുതിയ കാഴ്ചകൾ. നമ്മൾ ഈ വീഡിയോ എടുത്ത ദിവസം മെയ് 3, 2026 വീഡിയോ ആണ്. വലത്തേ സൈഡിൽ നമ്മുടെ സ്വന്തം കരുനാഗപ്പള്ളിക്കാരുടെ HNJ മാളാണ് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ലാലാജി ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ലാലാജി ജംഗ്ഷനിലേക്ക് എത്തുമ്പം അടുത്ത ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇപ്പം നമ്മൾ കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ടുള്ള ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻപോട്ട് നമ്മളിനി നേരെ കന്നേറ്റി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇത്രത്തോളം സ്ഥലത്തായിട്ട് തന്നെ ഈ ഗർഡറുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ലാലാജി ജംഗ്ഷൻ കഴിഞ്ഞ് കന്നേറ്റി പാലം കയറുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ ഒരു ഡൈവർഷൻ ഉണ്ട്. അവിടെ ഒരു അപകടം പിടിച്ചിട്ടുള്ളൊരു വളവ് അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവിടെ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് അവിടെ ഇപ്പോൾ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ എത്തുമ്പോഴും ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക രാത്രി കാലങ്ങളിൽ. ഒന്നാമത്തെ കാര്യം, കന്നേറ്റി പാലം ഇറങ്ങി വരുന്ന വാഹനങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക. വലത്തേ സൈഡിലായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ കുറച്ചൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ അതേപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ട് ലോഡ് മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കന്നേറ്റി പാലം എത്തുന്നതിന് മുമ്പായിട്ടൊരു അണ്ടർപാസ് ഉണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് വലത്തേ സൈഡിലായിട്ട് കുറച്ച് പണി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിലെ പാലത്തിൻ്റെ ഇടത്തേ സൈഡിലായിട്ട് കുറച്ച് നീളത്തിലായിട്ട് ഇടത്തേ സൈഡിൽ കുറച്ചും കൂടെ അവർ നീട്ടിയ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം അവിടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന പോലുള്ള പണികളാണ് നടന്നിരിക്കുന്നത്. വലത്തേ സൈഡിലായിട്ട് റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിച്ച് കുറച്ചും കൂടെ മണ്ണൊക്കെ ഇട്ട് നികത്തി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് കന്നേറ്റി പാലം കഴിഞ്ഞേച്ച് വരുമ്പം വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണവും ബാക്കിയുള്ള പണികളും. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപ്പള്ളിക്കോട്ട തൊട്ട് കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു ലൈക്കും ഒരു ഹൈപ്പും കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.